Hi, hello, my dear students. This is the part 6 class of our chapter Wealth and the World. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ചാപ്റ്റർ 4 ഹിസ്റ്ററി വെൽത്ത് ആൻഡ് ദ വേൾഡ് അതിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ ചാപ്റ്റർ വെൽത്ത് ആൻഡ് ദ വേൾഡ് ക്ലോസ് ആവുകയാണ്, അത് അവസാനിക്കുകയാണ്. അപ്പം ഈ ഒരു ലോങ് ചാപ്റ്റർ ആയിരുന്നു അല്ലേ, നമ്മുടെ ഒരു ലോങ് ചാപ്റ്റർ ആയിരുന്നു. 6 ക്ലാസ്സസ് നമുക്ക് വേണ്ടി വന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ വെൽത്ത് ആൻഡ് ദ വേൾഡ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് സെക്കൻഡ് വേൾഡ് വാർ കോസസ് ആൻഡ് റിസൾട്ട്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോസസ്, ദെൻ റിസൾട്ട്, സെക്കൻഡ് വേൾഡ് വാർ റിസൾട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അല്പം ചില കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. പോസ്റ്റ് വാർ ഹിസ്റ്ററി, അതായത് ഫസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മുടെ ഈ വേൾഡിലെ ഹിസ്റ്റോറിക്കലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, പ്രധാനപ്പെട്ട ചില 1-2 കാര്യങ്ങൾ, നിയോ കൊളോണിയലിസം എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കണം. വളരെ ചുരുക്കിയാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അധികം ലോങ് ആയിട്ട് നമുക്ക് പോസ്റ്റ് വാർ പീരീഡ് പഠിക്കാനില്ല. വളരെ ബ്രീഫായിട്ട് 1-2 കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് അതുകൂടി പഠിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് നമ്മുടെ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പാർട്ട് 6 കാണുന്നതിന് മുമ്പ് പാർട്ട് 1, 2, 3, 4, 5 ഇത് കാണണം കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ പാർട്ട് 6. ഒരിക്കലും നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന നമ്മുടെ ചാനലിൽ അതുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ, സോഷ്യൽ സയൻസ് ട്യൂട്ടർ എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ എല്ലാം കിട്ടും. അതുപോലെ തന്നെ ടീച്ചർ പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിനകത്ത് ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടെ 6 ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ലിസ്റ്റായിട്ട് കാണാൻ പറ്റും. ഓരോന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്ലാസ് ഒന്നിലധികം തവണ വ്യൂ ചെയ്ത് അത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. സെക്കൻഡ് വേൾഡ് വാർ 1939 ടു 1945. 1939 മുതൽ 1945 വരെ നടന്ന ഒരു ലോങ് ടൈം വാറായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് കിട്ടിയത്? സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാർ നമുക്കറിയാം 1914 ടു 1918, 4 ഇയേഴ്സ് ആയിരുന്നു അല്ലേ. 1918 ഫസ്റ്റ് വേൾഡ് വാർ അവസാനിച്ചു. ട്രീറ്റി ഓഫ് വെഴ്സൈൽസ് എന്ന ഒരു ട്രീറ്റി രാജ്യങ്ങൾ സൈൻ ചെയ്തു. പ്രത്യേകിച്ച് ജർമ്മനിയും ഇറ്റലിയും ഒക്കെ അത് അലൈഡ് പവേഴ്സുമായിട്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. അങ്ങനെ താൽക്കാലികമായിട്ട് വേൾഡ് വാർ അവസാനിച്ചു. എന്നാൽ അത് ഒരു താൽക്കാലികം മാത്രമായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ എന്ന പേരിൽ വീണ്ടും ഒരു വേൾഡ് വാറിലേക്ക് ലോകം പോയി. അതിൻ്റെ ഇയേഴ്സ് ഒന്ന് ഓർക്കുക, 1939 ടു 1945. ഇത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ 4 ഇയേഴ്സാണ് നടന്നതെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ 6 ഇയേഴ്സ് ആയിരുന്നു. ഓക്കെ, 6 ഇയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിനേക്കാൾ കുറച്ചുകൂടി ലോങ് ടേം വരുന്നത് സെക്കൻഡ് വേൾഡ് വാറാണ്. ഇയർ ഓർക്കുക, 39 ടു 45. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് വെയർ ദ മേജർ കോസസ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. വേൾഡ് വാർ സെക്കൻഡിൻ്റെ പ്രധാനപ്പെട്ട കോസസ്, അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ട്രീറ്റി ഓഫ് വെഴ്സൈൽ. ആ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാനം ജർമ്മനിയും ഇറ്റലിയും ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളുമായി ഒപ്പുവെച്ച ട്രീറ്റി ഓഫ് വെഴ്സൈൽസ്, ആ ട്രീറ്റി തന്നെ സെക്കൻഡ് വേൾഡ് വാറിന് കാരണമായിട്ട് മാറി. ആ ട്രീറ്റി ശരിയല്ലായിരുന്നു. അപ്പോൾ ഒരു ട്രീറ്റി, ഒരു എഗ്രിമെൻ്റ്, ട്രീറ്റി മീൻസ് എഗ്രിമെൻറ്റ്, ഒരു എഗ്രിമെൻറ്റ് മറ്റൊരു യുദ്ധത്തിന് കാരണമായി എന്ന് പറയുമ്പോൾ, ഒരു സെക്കൻഡ് വേൾഡ് വാറിന് അതൊരു റീസണായി മാറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ ട്രീറ്റി എന്തോ കുഴപ്പം പിടിച്ച ട്രീറ്റി ആയിരുന്നു. ആ ട്രീറ്റിക്ക് എന്തൊക്കെയോ നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു, ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ട്രീറ്റി നെക്സ്റ്റ് വേൾഡ് വാറിലേക്ക് ലോകത്തെ എത്തിച്ചു. അപ്പോൾ ഫസ്റ്റ് കോസ് തന്നെ എന്താണ്? ട്രീറ്റി ഓഫ് വെഴ്സൈൽ. സെക്കൻഡ്, ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നേഷൻസ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എൻഡിൽ ഒരു ലോക സംഘടനയ്ക്ക് വുഡ്രോ വിൽസൺ എന്ന US പ്രസിഡന്റ്
അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പിൽ എല്ലാ രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു ലോക സംഘടനയുണ്ടാക്കി. അതിൻ്റെ പേരാണ് ലീഗ് ഓഫ് നേഷൻ. അപ്പോൾ ലീഗ് ഓഫ് നേഷൻ ഒരു ഫെയിലിയർ ആയിരുന്നു. ദ ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നേഷൻ. ഓക്കെ, ആ ലീഗ് ഓഫ് നേഷൻ അതൊരു സക്സസ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവുകയില്ല. അപ്പോൾ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ആ വേൾഡ് ഓർഗനൈസേഷൻ ഒരു ഫെയിലിയർ ആയിട്ട് മാറി. ഓക്കെ, ദെൻ തേർഡ് കോസ് പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ്. അപ്പേസ്മെൻറ്റ് എന്ന പോളിസി അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് ആ സമയത്ത് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ്, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ അന്നെടുത്ത ഒരു പോളിസിയാണ് പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ്. അത് ശരിയല്ലായിരുന്നു. അതും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പോളിസിയായിരുന്നു. അതുകൊണ്ട് ലോകം വീണ്ടും ഒരു വാറിലേക്ക് ലോകത്തെ എത്തിച്ചു. പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ് അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കോസിനകത്തും ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ് ഉണ്ടായിരുന്നു. അവിടുത്തെ മിലിറ്ററി അലയൻസസ് ഒക്കെ നമ്മളവിടെ പഠിച്ചതാണ്. അതേ രൂപത്തിൽ സെക്കൻഡ് വേൾഡ് വാർ സമയത്തും മിലിറ്ററി അലയൻസസ് ഉണ്ടായി. മിലിറ്ററി അലയൻസസ് എപ്പോഴും പരസ്പരമുള്ള ഭീതിയിലേക്കും പരസ്പരമുള്ള എൻമിറ്റിയിലേക്കും രാജ്യങ്ങളെ കൊണ്ടുപോകും, അല്ലേ? മിലിറ്ററി അലയൻസസിൻ്റെ ഫോർമേഷൻ എപ്പോഴും യുദ്ധം കൊണ്ടുവരും. അപ്പോൾ ഇവിടെയും എന്താണ് സംഭവിച്ചത്? ഈ മിലിറ്ററി അലയൻസസ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോസായിട്ട് മാറി. ഏതൊക്കെയാണ് മിലിറ്ററി അലയൻസ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പഠിക്കാം. ഗ്രോത്ത് ഓഫ് ടോട്ടാലിറ്റേറിയനിസം ഇൻ യൂറോപ്പ്. യൂറോപ്പിലുണ്ടായ ടോട്ടാലിറ്റേറിയൻ ആ രീതിയിലുള്ള റെജീംസ്, ടോട്ടാലിറ്റേറിയൻ പോളിസീസ്, ടോട്ടാലിറ്റേറിയനിസം ഐഡിയോളജി, ദ ഗ്രോത്ത് ഓഫ് ടോട്ടാലിറ്റേറിയൻ ഐഡിയോളജി ഇൻ യൂറോപ്പ്. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ടോട്ടാലിറ്റേറിയൻ ഐഡിയോളജി? ഫാസിസം ആൻഡ് നാസിസം. So, growth of fascism and Nazism is a main cause for World War II. ഓക്കെ, അപ്പോൾ എത്ര കോസസ് ആണ് പറയുക? 5 എണ്ണം. ഒന്നാമത്തെ ട്രീറ്റി ഓഫ് വേഴ്സായ്, സെക്കൻഡ് വൺ ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നേഷൻ, ദെൻ പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ്, ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ടോട്ടാലിറ്റേറിയനിസം ഇൻ യൂറോപ്പ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനെ ഗ്രോത്ത് ഓഫ് ഫാസിസം ആൻഡ് നാസിസം ഇൻ യൂറോപ്പ്, അതും ശരിയാണ്, അങ്ങനെ എഴുതിയാൽ ശരിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ കോസസിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് വൺ, ദ പ്രൊവിഷൻസ് ഓഫ് വേഴ്സായ് ട്രീറ്റി സോഡ് ദ സീഡ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? വൈ? ദ പ്രൊവിഷൻസ് ഓഫ് വേഴ്സായ് ട്രീറ്റി, വേഴ്സായ് ട്രീറ്റിയുടെ ആ എഗ്രിമെൻറ്റിൻ്റെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തെ ഓരോരോ പോയിൻറ്റ്സ്, അല്ലേ? ഇന്നത് വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളൊരു ട്രീറ്റിക്കകത്ത് എഴുതി വെക്കുമല്ലോ. പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതും, അല്ലേ? തോറ്റ കക്ഷികൾ എന്തൊക്കെ ചെയ്യണം, ജയിച്ച കക്ഷികൾ എന്തൊക്കെ ചെയ്യണം. ഒരു വാറിൻ്റെ അവസാനം ഒരു തോറ്റ കൂട്ടരും കാണും, ഒരു ജയിച്ച കൂട്ടരും കാണും. അപ്പോൾ സക്സസ് കിട്ടിയ ആളുകളും ഫെയിലിയറായി പോയ ആളുകളും തമ്മിലുണ്ടാക്കുന്ന എഗ്രിമെൻ്റാണ് ഈ ട്രീറ്റി. അപ്പോൾ വേഴ്സായ് ട്രീറ്റിയിൽ ജർമ്മനി, ഇറ്റലി പോലെ തോൽവി സംഭവിച്ച രാജ്യങ്ങളും ബ്രിട്ടൻ, ഫ്രാൻസ് പോലെ വിജയമുണ്ടായ രാജ്യങ്ങളും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻ്റാണ് വേഴ്സായ് ട്രീറ്റി. വേഴ്സായ് ട്രീറ്റി സോഡ് ദ സീഡ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. വേൾഡ് വാർ സെക്കൻഡിൻ്റെ സീഡ്, അതിനുള്ള വിത്ത് തന്നെ ഈ വേഴ്സായ് ട്രീറ്റി പാകി. ഓക്കെ, അതൊരു കമൻറ്റാണ്. ഈ കമൻറ്റിൽ നിങ്ങളത് എഗ്രി ചെയ്യുന്നുണ്ടോ? വൈ? അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? യെസ്, I agree the statement. വേഴ്സായ് ട്രീറ്റി സോഡ് ദ സീഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. നമ്മൾ പറയുകയല്ലേ, ഒരു കാര്യത്തിന് വിത്ത് പാകുക എന്ന് നമ്മൾ പറയും. അതൊരു പ്രയോഗമാണ്, അല്ലേ? അതൊരു പ്രയോഗമാണ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ വിത്ത് പാകിയത് ട്രീറ്റി ഓഫ് വേഴ്സായിലായിരുന്നു. ട്രീറ്റി ഓഫ് വേഴ്സായിലിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ട്രീറ്റി ഓഫ് വേഴ്സായ് വാസ് എ ട്രീറ്റി ദാറ്റ് ജർമ്മനി സൈൻഡ് വിത്ത് ദ അലൈസ് ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് റഷ്യ. ജർമ്മനി അന്നത്തെ ഫെയിലിയറായിപ്പോയ രാജ്യമാണ്. ഫസ്റ്റ് വേൾഡ് വാറിൽ തോറ്റുപോയ രാജ്യമാണ് ജർമ്മനി. അവർ ജയിച്ച അലീസുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻ്റാണ് ട്രീറ്റി ഓഫ് വേഴ്സായ്. അലീസ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഓക്കെ, ഈ അലീസ് അവർ ജർമ്മനിയുമായിട്ടൊരു ട്രീറ്റി സൈൻ ചെയ്തു. അതാണ് ട്രീറ്റി ഓഫ് വേഴ്സായ്. അണ്ടർ ദിസ് ട്രീറ്റി ജർമ്മനി ലോസ്റ്റ് ഇറ്റ് കോളനീസ് ആൻഡ് ടെറിട്ടറീസ് ഇറ്റ് ഹെൽഡ്. ഈ ട്രീറ്റിയോടുകൂടി ജർമ്മനിക്ക് അതിൻ്റെ എല്ലാ കോളനികളും നഷ്ടപ്പെട്ടു.
അവരുടെ എല്ലാ ടെറിറ്ററികളും അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ എഗ്രിമെൻ്റ് അനുസരിച്ച് ആ ടെറിറ്ററിയും ആ കോളനികളും ജർമ്മനിയുടെ കോളനികളും ജർമ്മനിയുടെ ടെറിറ്ററികളും ആര് പിടിച്ചോണ്ട് പോയി കാണും? ഈ അലൈസ് പിടിച്ചോണ്ട് പോയി. ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും കൂടി അത് പങ്കിട്ടെടുത്തു. ജർമ്മനിയോട് പറഞ്ഞു, നിങ്ങൾ തോറ്റുപോയവരാണ്, നിങ്ങൾ ആണ് യുദ്ധത്തിൻ്റെ കാരണം, സോ നിങ്ങളുടെ കോളനികളൊക്കെ ഞങ്ങൾ എടുക്കുന്നു. അപ്പം ജർമ്മനിക്കുണ്ടായിരുന്ന കോളനികളൊക്കെ, ജർമ്മനിക്കും ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ കോളനികളുണ്ടായിരുന്നു. ആ കോളനികളെല്ലാവർക്കും ലോസ്റ്റായിപ്പോയി. അതെല്ലാം ആര് കൊണ്ടുപോയി? എല്ലാം ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും കൂടെ കൊണ്ടുപോയി. ഓക്കെ, അപ്പം കണ്ടോ, അപ്പം ജർമ്മനിക്ക് അവരുമായിട്ട് റിവഞ്ച് ഉണ്ടാവും അല്ലേ? റിവഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ജർമ്മനിക്ക് അവരോട് വലിയ പ്രതികാരം ഉണ്ടായി, റിവഞ്ച് തോന്നി. നെക്സ്റ്റ് നോക്കിക്കേ, ഈ വെഴ്സൈൽ ട്രീറ്റിയുടെ മറ്റൊരു കാര്യം നോക്കിക്കേ. ജർമ്മനി വാസ് ഡിസാംഡ്. വാട്ട് ഇസ് മീനിങ് ഡിസാംഡ്? അവരുടെ ആയുധങ്ങൾ മുഴുവൻ അലീസ് പിടിച്ചോണ്ട് പോയി. ജർമ്മനിയെ നിരായുധരാക്കി, ആയുധമില്ലാത്തവരാക്കി മാറ്റി. ഡിസാംഡ് എന്ന് പറഞ്ഞാൽ ആയുധമില്ലാത്ത, നിരായുധരാക്കി മാറ്റി. ഒരു രാജ്യത്തിന് ആയുധമില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജർമ്മനിയിൽ ഒരു ഫാസിസം ഉണ്ടായെങ്കിൽ, അവരൊരു ടോട്ടാലിറ്റേറിയനിസത്തിലേക്ക് പോയെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ട്രീറ്റി ഓഫ് വേഴ്സായി. മനസ്സിലായല്ലോ? ജർമ്മനി വാസ് ഡിസാംഡ് ആൻഡ് ഹ്യൂജ് വാർ റിപ്പറേഷൻസ് വെയർ ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി. എന്താണ് ഈ റിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? റിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വാറിൻ്റെ ഫലമായിട്ട് കൊടുക്കുന്ന പണിഷ്മെൻ്റായിട്ട് പണം കൊടുക്കാൻ പറഞ്ഞു. അതായത് അതിന് നമ്മൾ പണിഷ്മെൻ്റായിട്ട് പണം മേടിക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ഫൈൻ അല്ലേ? ഫൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഫൈൻ കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഹ്യൂജ് വാർ റിപ്പറേഷൻ കൊടുക്കേണ്ടി വന്നു ജർമ്മനിയെ ഡിസാംഡ് ചെയ്തു. കൂടാതെ അവരൊരു ഹ്യൂജ് വാർ റിപ്പറേഷൻ കൊടുക്കേണ്ടി വന്നു, വലിയൊരു ഫൈൻ കൊടുക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ജർമ്മനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ ഫൈൻ. സോ ഇറ്റ് ഈസ് ട്രൂ, വേഴ്സൈൽ ട്രീറ്റി സോഡ് ദ സീഡ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. അതുകൊണ്ട് അവസാനം നമ്മൾ പറയുവാണ്, ഇത് ശരിയാണ്, വേഴ്സൈൽ ട്രീറ്റിയാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സീഡ് പാകിയത്. ഓക്കെ, അപ്പോൾ വേഴ്സൈൽ ട്രീറ്റിയുടെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ജർമ്മനിക്ക് അവരുടെ കോളനികളെല്ലാം ലോസ്റ്റായി. 2, ജർമ്മനി ഡിസാംഡായി. 3, അവരൊരു ഹ്യൂജ് വാർ റിപ്പറേഷൻ കൊടുക്കേണ്ടി വന്നു. ഓക്കെ, ദെൻ വാട്ട് വാസ് ദ പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ്? നമ്മൾ കണ്ടു, പോളിസി ഓഫ് അപ്പേസ്മെൻ്റ് ആണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാരണം. എന്താണ് ഈ പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ്? നമുക്ക് എന്താണെന്ന് നോക്കാം. വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് സോ ഫാസിസ്റ്റ് അഗ്രഷൻ ആസ് എ മീൻസ് ഓഫ് കൗണ്ടറിങ് ദ സ്പ്രെഡ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫാസിസവും നാസിസവും ആ രാജ്യങ്ങളിൽ, അതായത് ഫാസിസം ഇറ്റലിയിലും നാസിസം ജർമ്മനിയിലും വളരെ ഗ്രോ ആവുകയും അവർ ഉള്ള ചില രാജ്യങ്ങളെയൊക്കെ അവർ അറ്റാക്ക് ചെയ്യുകയും ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ അവർ സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷേ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ പോലുള്ള, അല്ലെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും, മെയിനായിട്ട് ബ്രിട്ടനും ഫ്രാൻസും അവരാണ് അലീസ്. ഈ അലീസ് ഇത് കണ്ടില്ലെന്ന് നടിച്ചു. The Western capitalist countries saw fascist aggression as a means of countering the spread of socialist ideas. റഷ്യയിലെ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ലോകം മുഴുവൻ പ്രചരിക്കാതിരിക്കാൻ ഈ ഫാസിസ്റ്റ് അഗ്രഷൻ ഒരു കൗണ്ടറാണ്. എന്താണ് കൗണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഫാസിസ്റ്റുകളെ, സോഷ്യലിസ്റ്റുകളെ തടഞ്ഞോളും. അപ്പോൾ നമുക്കറിയാം, ബ്രിട്ടനും ഫ്രാൻസും ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളാണ് അല്ലേ? ബ്രിട്ടനും ഫ്രാൻസും ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളാണ്. ക്യാപിറ്റലിസത്തിന് അവരുടെ ഐഡിയോളജിക്ക് ഓപ്പോസിറ്റ് ഐഡിയോളജിയാണ് സോഷ്യലിസം. അപ്പോൾ റഷ്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ഫസ്റ്റ് വേൾഡ് വാറിൽ ജർമ്മനിയെയും ഇറ്റലിയെയും ജപ്പാനെയും തടഞ്ഞു നിർത്തിയത് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും കൂടെയും ചേർന്നാണെങ്കിലും അവർ ഉള്ളിൽ ഐഡിയോളജിയിൽ രണ്ട് ധ്രുവമാണ്. ബ്രിട്ടനും ഫ്രാൻസും ക്യാപിറ്റലിസത്തെ ആ ഐഡിയോളജിയിൽ ഫോളോ ചെയ്യുമ്പോൾ റഷ്യ സോഷ്യലിസ്റ്റ് ഐഡിയോളജി. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്ത് സംഭവിച്ചു? ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ഇരുചേരികളിലായി. അപ്പോൾ റഷ്യയുടെ സോഷ്യലിസത്തെ ഫാസിസ്റ്റുകൾ കൗണ്ടർ ചെയ്തോളും എന്ന് വിചാരിച്ച് ഫാസിസ്റ്റുകളുടെ അഗ്രഷൻസിനെ ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്തു? അതവരെ കണ്ടില്ലെന്ന് നടിച്ചു. ദ വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് സോ ഫാസിസ്റ്റ് അഗ്രഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? മറ്റ് രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ നോക്കുന്നത് ആസ് എ മീൻസ് ഓഫ് കൗണ്ടറിങ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റഷ്യയെ തടയാൻ ഫാസിസ്റ്റുകൾ പൊയ്ക്കോളും, അതുകൊണ്ട് ഫാസിസ്റ്റുകളെ നമ്മൾ ഒന്നും ചെയ്യേണ്ട എന്ന് ബ്രിട്ടനും ഫ്രാൻസും വിചാരിച്ചു. ഈ പോളിസിക്ക് പറയുന്ന പേരാണ് അപ്പേസ്മെൻറ്റ്. അപ്പോൾ അപ്പേസ്മെൻ്റ് എന്നുള്ള പോളിസിയുടെ മലയാളം വേർഡ് പ്രീണന നയം
അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഒരു കുട്ടി, ഒരു അമ്മ ഒരു കുട്ടിയോട് അവൻ കുസൃതി കാണിക്കുമ്പോഴും അവനെ വഴക്ക് പറയുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യാതെ അവൻ എന്തെങ്കിലും കാണിച്ചോട്ടെന്ന് വെക്കുന്നു. അങ്ങനെ ഒരമ്മ കുട്ടിയോടൊരു അപ്പേസ്മെൻറ്റ്, അതായത് ഒരു പ്രീണന നയം കാണിക്കുന്നത് എന്തിനായിരിക്കും? ഒരുപക്ഷെ ആ കുട്ടി ഭക്ഷണം കഴിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടി നന്നായിട്ട് ഇങ്ങനെ ഇച്ചിരി കുസൃതിയൊക്കെ കാണിച്ചാലും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും പിന്നീട് ഇരുന്ന് പഠിച്ചോളും എന്ന് വിചാരിച്ചായിരിക്കാം. അപ്പോൾ കുട്ടിയോടുള്ള ഒരു പ്രീണന നയത്തിൻ്റെ ഭാഗമായിട്ട് അമ്മ ഒരുപക്ഷെ അവൻ കാണിക്കുന്ന ചില കുസൃതികളൊക്കെ കണ്ണടയ്ക്കും, അല്ലേ? കണ്ണടയ്ക്കും. ഇതുപോലെ തന്നെയാണ് ഇവരും ചെയ്തത്. ഈ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ഈ ഫാസിസ്റ്റുകളുടെ അഗ്രഷനെ അവരെന്ത് ചെയ്തു? അവരെ സോഷ്യലിസ്റ്റുകളായി ഇവർ കൗണ്ടർ ചെയ്തോളും എന്ന് പറഞ്ഞ് അതിനെ അവരെന്ത് ചെയ്തു? അതിനെ കണ്ടില്ലെന്ന് നടിച്ചു. ഇതാണ് പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ്. തുടക്കത്തിൽ തന്നെ ഫാസിസ്റ്റുകളെ ബ്രിട്ടനും ഫ്രാൻസും തടഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകത്തില്ലായിരുന്നു. ഫാസിസ്റ്റുകളെ കയറൂരി വിട്ടു, അല്ലേ? അവർ എന്തെങ്കിലും ചെയ്തോട്ടെന്ന് വെച്ചു, അവരെ ഒരു പ്രീണന നയം കാണിച്ചു. ദാറ്റ് ഈസ് ദ റീസൺ. ദ മ്യൂണിച്ച് എഗ്രിമെൻറ്റ് വാസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് വെസ്റ്റേൺ അപ്പേസ്മെൻറ്റ്. ഈ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും അപ്പേസ്മെൻറ്റ് പോളിസിക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ് മ്യൂണിച്ച് എഗ്രിമെൻറ്റ്. മ്യൂണിച്ച് എഗ്രിമെൻറ്റ് എന്താണെന്ന് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ പേജ് നമ്പർ 84 മ്യൂണിച്ച് എഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെൽഫ് റീഡിങ്ങിന് തന്നിരിക്കുന്ന ഭാഗമാണ്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ചെക്കോസ്ലോവാക്യയുടെ ഒരു പ്രദേശമായിരുന്നു സുഡറ്റൻലാൻഡ്. ചെക്കോസ്ലോവാക്യ നമുക്കറിയാം, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ചെക്കോസ്ലോവാക്യ. ഈ ചെക്കോസ്ലോവാക്യയുടെ ഒരു ഏറ്റവും മിനറൽസ് ഡിപ്പോസിറ്റൊക്കെയുള്ള ഏറ്റവും സാമ്പത്തികമുള്ള പ്രദേശമായിരുന്നു സുഡറ്റൻലാൻഡ്. ജർമ്മനി സുഡറ്റൻലാൻഡ് വേണമെന്ന് ആവശ്യപ്പെടുകയും ഈ ഫാസിസ്റ്റുകളെ സുഡറ്റൻലാൻഡ് പിടിച്ചെടുക്കാൻ നോക്കുകയും ചെയ്തു. പക്ഷേ ഈ ബ്രിട്ടനും ഫ്രാൻസും അത് തടയാൻ ശ്രമിക്കുകയോ ജർമ്മനിയെ തടയുകയോ ചെയ്തില്ല. പകരം ജർമ്മനിയുമായിട്ട് ബ്രിട്ടനും ഫ്രാൻസും ഒരു എഗ്രിമെൻറ്റ്, മ്യൂണിച്ച് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയും സുഡറ്റൻലാൻഡ് ജർമ്മനിക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ റഷ്യ അതിനെ എതിർത്തു കേട്ടോ. റഷ്യയാണ് ഈ മ്യൂണിച്ച് എഗ്രിമെൻറ്റിനെ എതിർത്തു. കാരണം റഷ്യയുടെ ജനങ്ങളൊക്കെ, റഷ്യൻ വംശജരായ ജനങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശമായിരുന്നു സുഡറ്റൻലാൻഡ്. ഓക്കെ, അപ്പോൾ സുഡറ്റൻലാൻഡ് എന്ന് പറയുന്ന ചെക്കോസ്ലോവാക്യയുടെ ഏറ്റവും സമ്പന്നമായ മിനറൽസിൻ്റെ ഡെപ്പോസിറ്റുള്ള, റിസോഴ്സസ് ഉള്ള പ്രദേശം ജർമ്മനി കൈവശപ്പെടുത്തി. ആരാണ് ആ എഗ്രിമെൻറ്റിന് വളം വെച്ച് കൊടുത്തത്? ഇംഗ്ലണ്ടും ഫ്രാൻസും. അപ്പം 1938 അത് സംഭവിച്ചത്. 1938 മ്യൂണിച്ച് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. അന്ന് തന്നെ നമുക്ക് ഫാസിസ്റ്റുകളെ ഇവർക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു. പക്ഷേ മ്യൂണിച്ച് എഗ്രിമെൻറ്റ് എന്ത് കാണിക്കുന്നു? ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയോട് കാണിക്കുന്ന ആ ഒരു അപ്പേസ്മെൻറ്റ് പോളിസിയാണത് കാണിക്കുന്നത്. The appeasement policy gave Hitler confidence and he continued his offensive aggressively. ഹിറ്റ്ലർ അയാളുടെ ഒഫൻസീവ് കാര്യങ്ങൾ, അയാൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൊടുത്തത് ഈ അപ്പേസ്മെൻറ്റ് പോളിസി കൊണ്ടാണ്. അയാളെ തക്ക സമയത്ത് തടഞ്ഞു നിർത്താൻ ബ്രിട്ടനും ഫ്രാൻസും തയ്യാറായില്ല. ഓക്കെ, വേൾഡ് വാർ സെക്കൻഡ് ബിഗിൻ വിത്ത് ദ ഇൻവേഷൻ ഓഫ് പോളണ്ട് ഓൺ 1 സെപ്റ്റംബർ 1939 ബൈ ജർമ്മനി. അപ്പോൾ സുഡറ്റൻലാൻഡ് പിടിച്ചോണ്ട് പോയപ്പോൾ ഇവർ മിണ്ടാതിരുന്നെങ്കിലും പോളണ്ടിനെ ജർമ്മനി ആക്രമിച്ചു. രണ്ടാമത് ജർമ്മനി ആക്രമിച്ച സ്ഥലമാണ് പോളണ്ട്. പോളണ്ടിൽ ആക്രമണം നടന്നത് 1 സെപ്റ്റംബർ 1939. ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. പക്ഷേ പോളണ്ട് ആക്രമിച്ചപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയോട് വാർ പ്രഖ്യാപിച്ചു. ഓക്കെ, പോളണ്ട് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒരു ഫ്രണ്ട്ലി നേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റുകൾ പോളണ്ടിനെ ആക്രമിച്ചപ്പോൾ ഒരു വേൾഡ് വാറിലേക്ക് അത് പോയി. ഓക്കെ, അപ്പോൾ പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ് എന്താണ്? സോഷ്യലിസ്റ്റുകളെ തടഞ്ഞോളും എന്ന് വിചാരിച്ച് ക്യാപിറ്റലിസ്റ്റ് നേഷൻസ് ജർമ്മനിയുടെ അഗ്രഷൻ, ജർമ്മനിയുടെ ഒഫൻസീവ് ആക്ടിവിറ്റീസ് കണ്ടില്ലെന്ന് നടിച്ച ആ പോളിസിക്ക് പറയുന്ന പേരാണ് പോളിസി ഓഫ് അപ്പേസ്മെൻറ്റ്. ഓക്കെ, മിലിറ്ററി അലയൻസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ഏതൊക്കെയാണ് സെക്കൻഡ് വേൾഡ് വാറിലെ മിലിറ്ററി അലയൻസസ്? ഫസ്റ്റ് അലയൻസ് ആക്സിസ് പവർ. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, അവരാണ് ആക്സിസ് പവർ. അച്ചുതണ്ട് ശക്തികളെന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും ഒരു ഗ്രൂപ്പായി. അലൈഡ് പവേഴ്സ്, ഇംഗ്ലണ്ട്, ചൈന ആൻഡ് ഫ്രാൻസ്.
ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫസ്റ്റ് വേൾഡ് വാറിൽ ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കൂടെ നിന്ന രാജ്യം റഷ്യയായിരുന്നു. പക്ഷേ സുഡറ്റ്ലാൻഡിൻ്റെയൊക്കെ കാര്യത്തിൽ അവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായതുകൊണ്ട് ഇവിടെ ആരെയാണ് നമ്മൾ കാണുന്നത്? ഒരു ന്യൂ കൺട്രിയാണ് നമ്മളിവിടെ കാണുക, അലൈഡ് പവേഴ്സ്. ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ചൈന ആൻഡ് ഫ്രാൻസ്. അലൈഡ് പവേഴ്സിൻ്റെ മലയാളം സഖ്യകക്ഷികൾ. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ എൻഡിൽ ആരാണ് ജയിച്ചത്? അലൈഡ് പവേഴ്സ്. ഇംഗ്ലണ്ട്, ചൈന ആൻഡ് ഫ്രാൻസ്, ദേ വേർ ദ വിക്ടോറിയസ്. ഇറ്റലി, ജർമ്മനി ആൻഡ് ജപ്പാൻ, ദേ വേർ ദ ഡിഫീറ്റഡ് വൺ. ഓക്കെ, ആക്സിസ് പവേഴ്സ് ആൻഡ് അലൈഡ് പവേഴ്സ്, ഇത് പഠിച്ചോണം. ദെൻ റിസൾട്ട് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് സെക്കൻഡ് വേൾഡ് വാർ, വാട്ട് വേർ ദ കോസസ് ആൻഡ് റിസൾട്ട് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. കോസസിന് 3 മാർക്കും റിസൾട്ടിന് 3 മാർക്കും കിട്ടും. അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് പോകാം. മില്യൻസ് ലോസ്റ്റ് ദെയർ ലൈഫ്സ്. ഏത് യുദ്ധത്തെക്കുറിച്ചും പറയാവുന്ന ഒരു റിസൾട്ടാണ് മില്യൻസ് ഓഫ് പീപ്പിൾ ലോസ്റ്റ് ദെയർ ലൈഫ്സ്. അത് ഫസ്റ്റ് വേൾഡ് വാറിലും കറക്റ്റാണ്. ദെൻ ഫാമിൻ ആൻഡ് എപ്പിഡമിക് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വേൾഡ്. അതും ഫസ്റ്റ് വേൾഡ് വാറിന് ഉണ്ട് അല്ലേ? ഫാമിൻ ആൻഡ് എപ്പിഡമിക്സ്, പട്ടിണിയും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും ലോകം മുഴുവൻ ഉണ്ടായി. ദ യൂറോപ്യൻ ഇക്കോണമി കൊളാപ്സ്ഡ്. യൂറോപ്പിൻ്റെ ഇക്കോണമി തന്നെ കൊളാപ്സ്ഡ് ആയിപ്പോയി. യൂറോപ്പ് നമുക്കറിയാം ഇക്കോണമിക്കലി വളരെ ഡെവലപ്ഡ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചതോടുകൂടി ആ യൂറോപ്പിൻ്റെ ഇക്കണോമിക് സിസ്റ്റം തന്നെ കൊളാപ്സായി, നശിച്ചുപോയി. കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം ഫേസ്ഡ് സെറ്റ് ബാക്ക്. കൊളോണിയലിസവും ഇമ്പീരിയലിസവും, സാമ്രാജ്യത്വവും കോളനിവൽക്കരണവും സെറ്റ് ബാക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താ? അതും ഡ്രോബാക്കായി. അതായത് അതും ഒക്കെ നശിച്ചു, അതൊക്കെ ഡിക്ലൈൻ, സെറ്റ് ബാക്ക്, ഇതെല്ലാം ഒരേ വാക്കുകളാണ്. ഡിക്ലൈൻ. യൂറോപ്യൻ ഹെഗിമണി കെയിം ടു ആൻ എൻഡ്. യൂറോപ്പിൻ്റെ ആ ഒരു മേൽക്കൈ, ഹെഗിമണി കെയിം ടു ആൻ എൻഡ്. യൂറോപ്പിന് അതുവരെയും ലോകത്തുണ്ടായിരുന്ന അവരുടെ ഒരു മേൽക്കൈ ഉണ്ടല്ലോ, അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ടോപ്പ്, അതെല്ലാം നശിച്ചു, അതും ഇല്ലാതായി. ഇനി പുതിയൊരു സംഘടന, ലീഗ് ഓഫ് നേഷൻ നശിച്ചു പോയതുകൊണ്ട് ന്യൂ ഓർഗനൈസേഷൻ ഉണ്ടായി, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, UNO. ഏതായാലും ദൈവകൃപയാലെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് UNO. അവരെന്തെങ്കിലും ലോകസമാധാനത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? നമുക്കറിഞ്ഞുകൂടാ, നിങ്ങൾ തന്നെ വിലയിരുത്തുക. UNO ഏതായാലും സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനം രൂപീകരിച്ച ലോക സംഘടനയാണ് UNO. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. അതൊരു നല്ല റിസൾട്ടാണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഒരു മെറിറ്റ് എന്ന് നമുക്ക് വേണേൽ പറയാം. UN ഡേ എന്നാണെന്ന് ഓർത്ത് വെച്ചോ, October 24. 1945 ആണ് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്നത്. അതേ 1945 October 24 UNO നിലവിൽ വന്നത്. അതുകൊണ്ട് എല്ലാ October 24 എന്തായിട്ട് കരുതുന്നു? UN ഡേ ആയിട്ട് കരുതുന്നു. ഓക്കെ. ടോട്ടാലിറ്റേറിയനിസം എൻഡഡ് ഇൻ ഇറ്റലി ആൻഡ് ജർമ്മനി. ഇറ്റലിയിലെയും ജർമ്മനിയിലെയും ടോട്ടാലിറ്റേറിയൻ റെജിംസ് അവിടെ ഔട്ടായി. ടോട്ടാലിറ്റേറിയനിസം എൻഡ്, അത് അവസാനിച്ചു. അവിടെ ഇലക്ഷനൊക്കെ വന്നു. ദെൻ കോളനീസ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികളെല്ലാം ഇൻഡിപെൻഡൻസ് നേടി. 1945 സെക്കൻഡ് വേൾഡ് വാറിൽ എൻഡായി. നമുക്കറിയാം 47 2 ഇയർ കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? അതുപോലെ ആ അടുത്ത കാലത്തെല്ലാം എല്ലാ ഏഷ്യൻ രാജ്യങ്ങളും എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇൻഡിപെൻഡൻസിലേക്ക് വന്നു. Then the USA and USSR emerged as global powers. ലോകത്ത് 2 വലിയ രാജ്യങ്ങൾ ഉയർന്നു വന്നു. ഗ്ലോബൽ പവർ മീൻസ് ലോകത്തിലേക്കും ഗ്ലോബിലേക്കും ഏറ്റവും ബെസ്റ്റ് പവേഴ്സ്, സൂപ്പർ പവേഴ്സ്. 2 സൂപ്പർ പവേഴ്സ് ഉണ്ടായി. ഏതൊക്കെയാണ് സൂപ്പർ പവേഴ്സ്? USA ആൻഡ് USSR. USAയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. USSRൻ്റെ ഫുൾ ഫോം എന്താണ്? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റീജിയൻ, അതായത് റഷ്യ. നമുക്ക് അതിനെ റഷ്യ എന്ന് വിളിക്കാം. അപ്പോൾ അമേരിക്ക, റഷ്യ എന്ന് 2 ഗ്ലോബൽ പവേഴ്സ് ഉണ്ടായി. ഇതൊക്കെയാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ റിസൾട്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും കോമൺ ആയിട്ടുള്ള ചില റിസൾട്ടുകളുണ്ട്. എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിന് സ്പെഷ്യലായിട്ട് ചില റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഇതിൻ്റെ ഒന്നും ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പഠിക്കേണ്ട. നിങ്ങൾ ഇതിൻ്റെ പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി നമുക്ക് പോസ്റ്റ് വാർ പീരീഡിലേക്ക് പോകാം. അതായത് സെക്കൻഡ് വേൾഡ് വാർ 1945 എൻഡായി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? പോസ്റ്റ് വാർ. ഓക്കെ. വേൾഡ് വാറിന് ശേഷം, അതിന് ശേഷം, ആഫ്റ്റർ. പോസ്റ്റ് വാർ വേൾഡ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ വേൾഡ് വാർ. വാട്ട് ഈസ് ആഫ്റ്റർ ദ വേൾഡ് വാർ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കീ വേർഡാണ് കോൾഡ് വാർ അല്ലേ? കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
അതിൻ്റെ ജസ്റ്റ് മലയാളം പറഞ്ഞാൽ ശീതയുദ്ധം എന്ന് പറയും. ശീതയുദ്ധം. പണ്ട് ഞാൻ പേപ്പർ നോക്കാൻ പോയപ്പോൾ ഒരു കുട്ടി എഴുതി വാട്ട് ഈസ് കോൾഡ് വാർ എന്ന് അന്നും ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മുടെ ചേഞ്ചായ ആ സിലബസിലും നമുക്ക് കോൾഡ് വാർ പഠിക്കാനുണ്ട്. അപ്പം കുട്ടി എഴുതി ശീതകാലത്ത് രാജ്യങ്ങൾ നടത്തിയ യുദ്ധമാണ് കോൾഡ് വാർ. ആണോ? അല്ല. കോൾഡ് വാർ മീൻസ് നോട്ട് ദ വാർ ഇൻ വിൻ്റർ സീസണിൽ നടന്ന വാർ എന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. അനദർ മീനിങ്, വേറൊരു മീനിങ് അതിനുണ്ട്. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. വാട്ട് ഈസ് കോൾഡ് വാർ? ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ഫോളോഡ് കോൺട്രാസ്റ്റിംഗ് ഇക്കണോമിക് പോളിസീസ്. അതായത് വേൾഡ് വാർ സമയത്ത് അലൈഡ് പവേഴ്സിൻ്റെ ഒപ്പമായിരുന്നു റഷ്യയും, അലൈഡ് പവേഴ്സിൻ്റെ ഒപ്പമായിരുന്നു അമേരിക്കയും. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 5 പവേഴ്സ് ഉണ്ടായി. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. അവർ 3 പേരും അലൈഡ് പവേഴ്സ് ഉണ്ടല്ലോ. പക്ഷേ വേൾഡ് വാർ നിങ്ങൾക്കറിയാം 6 ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ 2 രാജ്യങ്ങൾ അലൈഡ് പവേഴ്സിൻ്റെ ഒപ്പമെത്തി. അത് റഷ്യയും ചൈന വന്നായിരുന്നല്ലോ. അപ്പം ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, റഷ്യ, അമേരിക്കയും റഷ്യയും അലൈഡ് പവേഴ്സിന് ഒപ്പം ചേർന്നു. അങ്ങനെ 5 പവേഴ്സായിട്ട് മാറി. നമുക്കറിയാം നമ്മുടെ UNOയിൽ വീറ്റോ പവറുള്ള 5 രാജ്യങ്ങളാണ് ഈ പറയുന്ന 5 രാജ്യങ്ങൾ: ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, ചൈന, അമേരിക്ക. ഓക്കെ. അപ്പോൾ അമേരിക്കയും റഷ്യയും സെക്കൻഡ് വേൾഡ് വാർ കാലത്തെ ഒരുമിച്ച് നിന്നു. പക്ഷേ വേൾഡ് വാറിന് ശേഷം എന്ത് സംഭവിച്ചു? ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ഫോളോഡ് കോൺട്രാസ്റ്റിംഗ് ഇക്കണോമിക് പോളിസി. കോൺട്രാസ്റ്റിംഗ് മീൻസ് ഡിഫറൻ്റ് ആയിട്ടുള്ള, എതിരായിട്ടുള്ള, ഓപ്പോസിറ്റ് ആയിട്ടുള്ള. കോൺട്രാസ്റ്റിംഗ് മീൻസ് ഓപ്പോസിറ്റ് ഇക്കണോമിക് പോളിസീസ് ആയിരുന്നു. ഒരു രാജ്യം ക്യാപിറ്റലിസം ആണെങ്കിൽ മറ്റേ രാജ്യം സോഷ്യലിസം ആയിരുന്നു. ദേ ഫോളോ ഓപ്പോസിറ്റ് ഇക്കണോമിക് പോളിസീസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഡോപ്റ്റഡ് ക്യാപിറ്റലിസ്റ്റ് പോളിസീസ് വൈൽ സോവിയറ്റ് യൂണിയൻ ഓപ്റ്റഡ് സോഷ്യലിസ്റ്റ് പോളിസീസ്. അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് പോളിസീസ് അഡോപ്റ്റ് ചെയ്തപ്പോൾ റഷ്യ സോഷ്യലിസ്റ്റ് പോളിസീസ് അഡോപ്റ്റ് ചെയ്തു. ദേ അഡോപ്റ്റഡ് കോൺട്രാസ്റ്റിംഗ് ഇക്കണോമിക് പോളിസീസ്. The Cold War was an ideological confrontation between the capitalist countries led by USA and the socialist countries led by USSR. USA അവരുടെ ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുടെ ലീഡറായിട്ട് മാറി. USSR സോഷ്യലിസം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുടെ ലീഡറായിട്ട് മാറി. അപ്പോൾ ഇവർ 2 സൂപ്പർ ലീഡേഴ്സാണ്. ഈ ലീഡേഴ്സ് എന്ത് ചെയ്തു? അവർ തമ്മിലുണ്ടായ ഐഡിയോളജിക്കൽ കൺഫ്രണ്ടേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്, ഐഡിയോളജിക്കൽ. അതായത് ഐഡിയോളജി വെച്ചുള്ള യുദ്ധമാണ് കോൾഡ് വാർ. നോട്ട് ആൻ ഓപ്പൺ വാർ ഓർ എ വാർ യൂസിങ് ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഒന്നും ഉപയോഗിക്കാത്ത ഒരു വാറിനെയാണ് കോൾഡ് വാർ എന്ന് പറയുക. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഐഡിയോളജിക്കൽ വാർ ബിറ്റ്വീൻ USA ആൻഡ് USSR. The ideological war between capitalist and socialist. Do you understand? This was not a time of apparent war or peace. ഇതൊരു വാറിൻ്റെ സമയമാണോ? നോ. ഇതൊരു പീസിൻ്റെ സമയമാണോ? അല്ല. അത് യഥാർത്ഥത്തിൽ ഒരു ഓപ്പൺ വാറുമല്ല, എന്നാൽ ഒരു പീസ് ടൈമും അല്ല. എന്തുകൊണ്ടാണ് പീസ് ടൈം അല്ലെന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു കോൾഡ് വാർ സമയത്തെ ആരെപ്പോൾ ആക്രമിക്കുമെന്ന് ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കോൾഡ് വാർ. അതൊരു ഐഡിയോളജിക്കൽ കൺഫ്രണ്ടേഷൻ ആയിരുന്നു. അത് വാക്കുകൾ കൊണ്ടും ഐഡിയോളജി കൊണ്ടും ഉള്ള യുദ്ധമായിരുന്നു. ഓക്കെ. ദ കോൾഡ് വാർ എൻഡഡ് ഇൻ 1991. അപ്പോൾ ഈ കോൾഡ് വാർ എന്നാ അവസാനിച്ചത്? 1991 കോൾഡ് വാർ അവസാനിച്ചത് വിത്ത് ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് USSR എന്ന് പറയുന്ന ആ ഒരു സോഷ്യലിസ്റ്റ് പവർ ഡിസിൻറ്റഗ്രേറ്റ് ആയിപ്പോയി 1991. അതിൻ്റെ കാരണങ്ങൾ, റീസൺസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. USSR പോലെ ഒരു ബിഗ് പവർ എങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ആയി, എങ്ങനെ നശിച്ചു പോയി, എങ്ങനെ അവർ ഛിന്ന ഭിന്നമായി, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. 1991 അവിടെ ഡിസിൻറ്റഗ്രേറ്റ് ആയെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. ഈ USSR എന്ന് പറയുന്ന ഒരു പവർ ഇല്ലാതായപ്പോൾ ലോകത്ത് പിന്നെ അമേരിക്കയ്ക്ക് അവർ ശണ്ട കൂടാനായിട്ട് ഐഡിയോളജിക്കൽ വാർ നടത്താൻ ആരുമില്ല. അങ്ങനെ വന്നപ്പോൾ കോൾഡ് വാർ തന്നെ എൻഡായിപ്പോയി. നമുക്കറിയാം, 2 കൈകൾ കൂട്ടിയടിച്ചാലല്ലേ വാർ ഉണ്ടാകത്തുള്ളൂ, അല്ലേ? ഒരു കൈ ഇല്ലെങ്കിൽ പിന്നെ ഒരു കൈ മാത്രം അടിച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. USA മാത്രം അവശേഷിച്ചു. USSR ഡിസിൻറ്റഗ്രേറ്റ് ആയിപ്പോയി. ഡിസിൻറ്റഗ്രേറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം USSR പല രാജ്യങ്ങളായിട്ട് ഭിന്ന ഭിന്നമായി പോയി. ഓക്കെ. അപ്പോൾ എന്താണ് ഈ കോൾഡ് വാർ? ഇറ്റ് ഈസ് എ വാർ
it is not an open war, it is an ideological confrontation between USA and USSR, capitalist countries and socialist countries. It is not a time of apparent war or peace. The Cold War lasted for about half a century. ഏകദേശം ഒരു 50 വർഷത്തോളം കോൾഡ് വാർ ഈ ലോകത്തുണ്ടായിരുന്നു. USA-യും USSR-ഉം പരസ്പരം ഇങ്ങനെ ശത്രുക്കളായിട്ട് നിന്നു. ഇറ്റ് ലാസ്റ്റഡ് ഫോർ എബൌട്ട് എ ഹാഫ് എ സെഞ്ചുറി. ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. ഹാഫ് എ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 50 ഇയേഴ്സ് ആണ്. ഓക്കെ, എന്നാണ് കോൾഡ് വാർ ഉണ്ടായത്? ഇൻ 1991 വിത്ത് ദ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് USSR. ഓക്കെ, നിയോ കൊളോണിയലിസം, പ്രിപ്പയർ എ നോട്ട്. ഇനി നമുക്ക് പോസ്റ്റ് വാർ പീരീഡിൽ പഠിക്കാനുള്ള ഒന്നാണ് നിയോ കൊളോണിയലിസം. കൊളോണിയലിസം എന്താണ്? ഏഷ്യ, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചെല്ലുക, പൊളിറ്റിക്കലി ഇക്കണോമിക്കലി അവരെ സപ്രസ് ചെയ്യുക, അണ്ടറിലാക്കുക, അവിടെയുള്ള റിസോഴ്സസ് എല്ലാം സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോവുക, അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും വെൽത്തിയാകുക. അതാണ് കൊളോണിയലിസം. എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ എൻഡിൽ എന്ത് സംഭവിച്ചു? കോളനികളെല്ലാം ഇൻഡിപെൻഡൻസ് നേടി. ഇനി കോളനിയില്ല. എന്നാൽ കുട്ടികളെ ഇന്നും കൊളോണിയലിസം നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ്? പഴയ കാലത്തെ പോലെ പൊളിറ്റിക്കലി ഇക്കണോമിക്കലി ഒന്നും ഉള്ള കൊളോണിയലിസം അല്ല, മറിച്ച് വേറൊരു കൊളോണിയലിസമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതിലെ വില്ലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോഴത്തെ കൊളോണിയലിസത്തിൽ പാവം നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളൊന്നുമില്ല കേട്ടോ. അതിലെ വില്ലൻ എന്ന് പറയുന്നത് അമേരിക്കയാണ്. സെക്കൻഡ് വേൾഡ് വാർ കൊണ്ട് നേട്ടം ഉണ്ടാക്കിയ ഒരു രാജ്യം ആരാന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. കാരണം എന്താണ്? അതിപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുക. അമേരിക്കയാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്തെ നിയോ കൊളോണിയലിസം, ലോകത്ത് എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടുവന്ന രാജ്യമാണ് അമേരിക്ക. ഓക്കെ, ആ രാജ്യം എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ പുതിയ എക്സ്പ്ലോയിറ്റേഷൻ പറയുന്ന പേരാണ് നിയോ കൊളോണിയലിസം. പഴയ എക്സ്പ്ലോയിറ്റേഷനാണ് കൊളോണിയലിസം, പുതിയ എക്സ്പ്ലോയിറ്റേഷനാണ് നിയോ കൊളോണിയലിസം. പുതിയ എക്സ്പ്ലോയിറ്റേഷൻ ആരാണ് നടത്തുന്നത്? അമേരിക്ക. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ അമേരിക്ക ഫണ്ടഡ് ദ ന്യൂലി ഇൻഡിപെൻഡൻറ്റ് കൺട്രീസ് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക. അമേരിക്ക പുതുതായിട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ച ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഫണ്ട് കൊടുത്തു. അവർക്ക് അവരുടെ ട്രഷറി കാലിയ അല്ലേ, അവരുടെ ഒന്നും കയ്യിൽ പണമില്ല. അപ്പോൾ അവരെല്ലാവരും ആരെ ആശ്രയിച്ചു? അമേരിക്കയെ ആശ്രയിച്ചു. എന്തുകൊണ്ടാണ് യൂറോപ്പിലേക്ക് പോകാഞ്ഞത്? സെക്കൻഡ് വേൾഡ് വാറോടുകൂടി യൂറോപ്യൻ ഡോമിനൻസ് അവസാനിച്ചിരുന്നു. അവരുടെ ഇക്കണോമിക്കലി അവർ കൊളാപ്സ്ഡ് ആയിപ്പോയി, അവരുടെ ഡോമിനൻസ് അവസാനിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് രാജ്യങ്ങൾ, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പണം വാങ്ങാൻ, ലോൺ എടുക്കാൻ എവിടേക്ക് പോയി? അമേരിക്കയിലേക്ക് പോയി. സോ അമേരിക്ക ഫണ്ടഡ് ദ ന്യൂലി ഇൻഡിപെൻഡൻറ്റ് കൺട്രീസ് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ദിസ് ഈസ് അനദർ ഫോം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അമേരിക്ക ഒന്നും കാണാതല്ല ഇവർക്ക് ഫണ്ട് കൊടുത്തത്. എങ്ങനെയാണ്? ഇവർക്ക് പല കാര്യങ്ങളും, അവർക്ക് പല എയിംസ് ഉണ്ടായിരുന്നു. കാശ് കൊടുക്കുമ്പോൾ അവർക്ക് എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു അവർ ഉദ്ദേശിച്ചത്. അമേരിക്ക ഫോളോഡ് ക്യാപിറ്റലിസ്റ്റ് ഐഡിയാസ് ആൻഡ് അഡോപ്റ്റഡ് ദിസ് ന്യൂ വേ ടു ഗെയിൻ വെൽത്ത്. ഈ ഫണ്ട് കൊടുത്ത രാജ്യങ്ങളെ എല്ലാം അമേരിക്ക എന്ത് ചെയ്തു? അവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു വേ ആക്കി മാറ്റി, ഒരു വഴിയാക്കി മാറ്റി. ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ പണം മുഴുവൻ അവരെ പല പുതിയ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്തു. എന്തായിരിക്കും ആ പുതിയ സ്ട്രാറ്റജി? അമേരിക്ക കൊടുക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ആ രാജ്യത്ത് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. അമേരിക്കയിലേക്ക് അത് എക്സ്പോർട്ട്, ഇമ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ, താരിഫ് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ എല്ലാം അമേരിക്ക തീരുമാനങ്ങൾ എടുക്കുകയും മറ്റ് രാജ്യങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. അവർക്ക് ഫണ്ട് കൊടുത്തുകൊണ്ട് അവരുടെ പണം മുഴുവൻ അമേരിക്ക തട്ടിയെടുത്തു. നമുക്കറിയാം, നമ്മുടെ ഇന്ന് ഏറ്റവും പുതിയ കാര്യം നിങ്ങളൊന്ന് പറയാം. അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏറ്റവും വലിയ താരിഫാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിന്നും നമുക്ക് സാധനങ്ങൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുകയില്ല. വേണേൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, പക്ഷേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുകയില്ല. എന്തിനാണ് അമേരിക്ക ഇത് ചെയ്യുന്നത്? ഇന്ത്യയെ തകർക്കാൻ, നമ്മളെ ഇക്കണോമിക്കലി തകർക്കാനാണ് ചെയ്യുക. ഈ പോളിസി ഇപ്പോഴും തുടരുന്നു എന്നതിന് എക്സാമ്പിൾ ആയില്ലേ? ഈ പോളിസിക്ക് പറയുന്നതാണ് നിയോ കൊളോണിയലിസം. മറ്റ് രാജ്യങ്ങളിലെ പഴയ കൊളോണിയലിസം പോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ദിസ് പോളിസി ഈസ് നോൺ ആസ് നിയോ കൊളോണിയലിസം. ഇന്ത്യയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇമ്പോർട്ട്, എക്സ്പോർട്ട്, താരിഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ നിയോ കൊളോണിയലിസം, എക്സ്പ്ലോയിറ്റേഷൻ മുന്നോട്ട് പോകുന്നത്. അത് ഇന്ന് ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം, യെസ്, ഇന്നും ലോകത്ത് അമേരിക്ക തുടരുന്ന ഒരു പോളിസിയാണ് നിയോ കൊളോണിയലിസം. ഓക്കെ, ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. ദെൻ വാട്ട് ഈസ് ഫിനാൻസ് ക്യാപിറ്റലിസം? നമ്മൾ പുതിയൊരു ഒരു കീവേഡ് പഠിക്കുകയാണ്, ഫിനാൻസ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ക്യാപിറ്റലിസം? ഫാക്ടറി സിസ്റ്റം. അതായത് ക്യാപിറ്റൽ ആരാണോ മുടക്കുന്നത് ആ ആളാണ് ആ എൻട്രിപ്രണ്ണർ. അയാൾ ഒരു ഫാക്ടറി
തുടങ്ങുന്നു, മുഴുവൻ പ്രോഫിറ്റും അയാൾ എടുക്കുന്നു. അയാൾ എന്തെല്ലാം സംഘടിപ്പിക്കണം നമുക്കറിയാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, ലാൻഡ്, ലേബർ, ദെൻ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ എടുക്കുന്ന ആളാണ് എൻട്രിപ്രണർ. അയാളുടെ റിവാർഡ് എന്താണ്? പ്രോഫിറ്റ്. അങ്ങനെ മാക്സിമം പ്രോഫിറ്റ് നേടാൻ വേണ്ടി ക്യാപിറ്റൽ മുടക്കി ഫാക്ടറികൾ ആരംഭിക്കുന്ന ആ സിസ്റ്റമാണ് ക്യാപിറ്റലിസം. ഫിനാൻസ് ക്യാപിറ്റലിസം ഈസ് ആൻ ഇക്കോണമി ഇൻ വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പ്ലേ എ മേജർ റോൾ. ഇവിടെ ഫിനാൻസ് ക്യാപിറ്റലിസത്തിൽ ഫാക്ടറി ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല, പകരം എന്തേ ഉള്ളൂ? ബാങ്കും ഇൻഷുറൻസുമേ ഉള്ളൂ. പണമിട്ട് പണം ഉണ്ടാക്കുക. മനസ്സിലായല്ലോ? നമ്മൾ പഴയ ക്യാപിറ്റലിസത്തിൽ പ്രൊഡക്ഷൻ ഉണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മറ്റ് സ്ഥലത്ത് കൊണ്ടുപോയി മാർക്കറ്റ് കണ്ടെത്തുന്നു, വിൽക്കുന്നു, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു, വീണ്ടും വിൽക്കുന്നു, അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോഫിറ്റ് അവരെടുക്കുന്നു അല്ലേ. ഇങ്ങനെ പ്രൊഡക്ഷനും പ്രോഫിറ്റും ഒന്നും അല്ല ഫിനാൻസ് ക്യാപിറ്റലിസം. ഇവിടെ ആകെയുള്ളത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. പണമിട്ട് ആ പണത്തെ വളർത്തുക. ഓക്കെ. ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ഫോർ മോർ ഇമ്പോർട്ടൻ്റ് അറ്റ് ദ സ്റ്റേജ് ദാൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ വെൽഫെയർ. ഫിനാൻസ് ക്യാപിറ്റലിസത്തിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇല്ല, പോപ്പുലേഷൻ വെൽഫെയർ ഇല്ല. ഓക്കെ. ഓൺലി ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച്, പണ കൈമാറ്റം മാത്രമേ ഉള്ളൂ. ഓൺലി ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച്, നോട്ട് പ്രൊഡക്ഷൻ, നത്തിങ്. നോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ വെൽഫെയർ. ഫിനാൻസ് ക്യാപിറ്റലിസം വർക്ക് വിത്ത് ദ എയിം ഓഫ് മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ്. നിങ്ങൾക്കറിയാം, ഇന്ന് എത്രയോ ആളുകളാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെ, ഷെയർ മാർക്കറ്റിലൊക്കെ കാശ് വെച്ച് അവർ വീണ്ടും വീണ്ടും ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് ഷെയർ മാർക്കറ്റിലൂടെ പണം ഉണ്ടാക്കുന്നു. അത് ഈ ഫിനാൻസ് ക്യാപിറ്റലിസത്തിന് എക്സാമ്പിളാണ്. അവിടെ അവരൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കുറച്ച് പണം കൊണ്ടുപോയി ഷെയർ മാർക്കറ്റിലിടുന്നു, ഷെയറിൻ്റെ വില കൂടുമ്പോൾ അത് വിൽക്കുന്നു, വീണ്ടും പണം ഷെയർ മാർക്കറ്റിൽ മുടക്കുന്നു, അങ്ങനെ കോടികൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഇനിയും നിങ്ങൾ മുതിർന്ന ക്ലാസ്സുകളിൽ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഷെയർ ബിസിനസ്സൊക്കെ നടത്തുന്ന പോലുള്ള അല്ല ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിൽ പണം മുടക്കി ഇൻഷുറൻസിലൂടെ കാശുണ്ടാക്കുന്ന അല്ലെങ്കിൽ പണം വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന പണിക്കാണ് പറയുക ഫിനാൻസ് ക്യാപിറ്റലിസം. പണ്ടത്തെ ആ ക്യാപിറ്റലിസത്തിൽ പ്രൊഡക്ഷനാണ് പ്രധാനപ്പെട്ടതെങ്കിൽ ഫിനാൻസ് ക്യാപിറ്റലിസത്തിലോ ആ പണം, ഫിനാൻസ്, അതാണ് പ്രധാനപ്പെട്ടത്. കോമൺ പീപ്പിൾ സഫർ ദ കോൺസിക്വൻസസ്. ഈ ഫിനാൻസ് ക്യാപിറ്റലിസത്തിൽ ഏറ്റവും കൂടുതൽ സഫറിങ്സ് വരുന്ന ആർക്കാണ്? സാധാരണക്കാർക്ക്. നമുക്കാർക്കും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികളിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ ഒന്നും പണം ഇടാനോ എടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അതൊക്കെ ഒരു അപ്പർ ലെവലിലേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഫിനാൻസ് ക്യാപിറ്റലിസം ആർക്കെതിരാണ്? പോർ പീപ്പിളിനും കോമൺ പീപ്പിളിനും അത് എതിരാണ്. ദേ സഫർ. അൺകൺട്രോൾഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ലീഡ് ടു എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. ഇവിടെ ഫിനാൻസ് ക്യാപിറ്റലിസത്തിൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലവും ഉണ്ടാകുന്നു. കാരണം അൺകൺട്രോൾഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് എല്ലാം അൺകൺട്രോൾഡായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കൊണ്ട് environmental problem, sufferings of the common people were the bad effects of finance capitalism. Okay students, we are ending the lesson. നമ്മുടെ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും 6 ക്ലാസ്സുകൾ കണ്ട് നന്നായിട്ട് ഈ ലെസൺ പഠിക്കുക. ഓക്കെ, താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.